എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് അല്ലെങ്കിൽ യോഗ്യത, ഇത് നമുക്കറിയാം. പക്ഷേ നമ്മൾ എബിലിറ്റി എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ യൂഷ്വലി എല്ലാവരും അതിൻ്റെ മുമ്പിൽ ക്യാൻ ചേർക്കും. അങ്ങനെയല്ല. എബിലിറ്റി എന്ന് പറയുന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഒന്നെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാവ് വേണം, പിന്നെ ദ എബിലിറ്റി ടു എന്ന് വേണം. എങ്കിൽ മാത്രമേ എബിലിറ്റി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസ് കൃത്യമാവുകയുള്ളൂ. അതേപോലെ ഒന്നാണ് അഡാപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇണങ്ങിച്ചേരുക എന്നാണ് അർത്ഥം. അത് എല്ലാവർക്കും അറിയാം. പക്ഷേ അഡാപ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. അഡാപ്റ്റ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിച്ചാൽ അത് കഴിഞ്ഞ പടിയെ നമ്മൾ ടു എന്ന വാക്ക് വേണം, പിന്നെ സിറ്റുവേഷനും വേണം. അഡാപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് മുമ്പ് ടു എന്ന വാക്കും പ്ലസ് അതിൻ്റെ സിറ്റുവേഷനും നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ അഡാപ്റ്റ് ഉപയോഗിച്ച് പറയുന്ന സെൻറ്റൻസും ക്ലിയർ ആയിട്ട് വരികയുള്ളൂ. ഇനി അതുപോലെ തന്നെ ആൻഷ്യസ്. ആൻഷ്യസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഉൾക്കണ്ട അല്ലെ, ഉള്ളിൽ തോന്നുന്ന ഒരു പേടി. നമ്മൾ ആൻഷ്യസ് എന്ന് പറയും, തെറ്റാണ്. കാരണം ആൻഷ്യസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മുടെ ബി ഫോം എന്തെങ്കിലും ഒന്ന് വേണം. ബി ഫോം നമുക്കറിയാം, ഈസാമാറ, അങ്ങനെ കുറെ പേരുണ്ട് ബി ഫോം. അപ്പോൾ ഐ ആം ആൻഷ്യസ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ തെറ്റിപ്പോകും. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ വൊക്കാബുലറി ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എ എന്ന ഒരൊറ്റ വാക്ക് ഉപയോഗിച്ച് തന്നെ 10 വൊക്കാബുലറിയും അതിൻ്റെ രീതികളും ആ വൊക്കാബുലറി എങ്ങനെയാണ് നമ്മുടെ സെൻറ്റൻസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതാ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് ക്ലിക്ക് ചെയ്യുക, പഠിക്കുക. ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് എങ്കിൽ ഇത് പഠിക്കുക തന്നെ ചെയ്യണം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അതേപോലെ സംസാരിച്ച് പഠിക്കണം എന്നൊക്കെ ഉള്ളവരുണ്ട് എങ്കിലും എൻ്റെ നമ്പറും ഇവിടെ തന്നിട്ടുണ്ട്, എന്നെ കോൺടാക്ട് ചെയ്യുക.